ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ലെങ്കിൽ പിന്നെ മഹേന്ദ്രന്റെ മരണവാ. എങ്കിൽ പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രൻ മരിക്കാൻ തയ്യാറെടുക്കുന്നത് തന്നെയാ നല്ലത്. എടാ, നിനക്കൊരു വാക്കാണെങ്കിൽ നിന്റെ മകൻ പല വാക്ക്. അത് പല പെണ്ണുങ്ങളുടെ അടുത്ത്. ഒരു നിമിഷം ഒന്ന് നിൽക്കണേ. ഞാനിവിടെ വന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടോന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും എതിരാളികളായിട്ടാണല്ലോ. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനിയോട്ട് വരികയില്ല. നിക്ക്, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ളതൊന്നും അല്ല, സാഹചര്യങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നിരുന്നാലും നിങ്ങളെ മനഃപൂർവ്വം അപകടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ച ആളല്ല ഞാൻ. മുഖവുരയുടെ ആവശ്യമില്ല. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ളൊരു വഴിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയുണ്ട്. ഇപ്പൊ എന്റെ വഴികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനായിട്ട് വന്ന് നിൽക്കുന്നതല്ല. എന്നെ നിങ്ങളുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ട് വന്നതാ. എനിക്കറിയാം നിങ്ങൾ എന്റെ ഭാര്യയോ ഞാൻ നിങ്ങളുടെ ഭർത്താവോ അല്ലെന്ന്. ഇവിടെ എന്റെ വേഷം വെറും ഒരു ജോലിക്കാരന്റേത് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു തൊഴിലായിട്ട് തന്നെ ഞാനും ഇതിനെ കാണുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ ഈ തൊഴിൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം. എനിക്ക് വേറെ ജോലി കിട്ടും. ചെയ്യാനുള്ള മനസ്സും അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പഞ്ഞമില്ലെന്നറിയാലോ. ആ, പറഞ്ഞാ മതി, ഞാൻ അങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. മോനെ വിഷ്ണു, കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ആ എടാ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അല്ല, അത് ഞാൻ നീ വന്നേ. അല്ല മോനെ, എന്റെ കുഴമ്പ് തീർന്നടാ. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. രാമേട്ട, വണ്ടി എടുക്ക. അവക്കെന്തോടാ ഒരു പിണക്കം പോലെ? നിങ്ങൾ വീണ്ടും പഴക്കട്ടോ? നീ എന്തോടെ നോക്കിയിരിക്കുന്നേ? നിന്റെ ആശാലോടെ നിൽക്കുന്നേ? ആ മാണിക്കോത്തെ മഹേന്ദ്രന്റെ മകനാണ് ഞാൻ, ശിവൻ. ഇതിനൊരു തീരുമാനമാകാതെ ശിവൻ ഈ വീട്ടിൽ കാലുകുത്തില്ല. എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. 2 ദിവസമായി മഹേഷിനെ ഗുളിക കഴിച്ചിട്ട്. ഇതാരോടുള്ള വാശി തീർക്കാനാ? സ്വന്തം ആരോഗ്യം നോക്കാതെ വാശി കാണിക്കാൻ നിന്നാലേ അതിന്റെ ദോഷം മഹേഷിന് തന്നെയാ. ഒരു ദിവസം പോലും ഈ മരുന്ന് മുടക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ. എല്ലാത്തിനും സ്വന്തം തീരുമാനമുണ്ട്, സ്വന്തം കാര്യത്തിൽ മാത്രം അതില്ല. മതിയടി, ഒന്ന് നിർത്ത്. ഞാൻ തട്ടിപ്പോയാലും നിനക്കൊക്കെ ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ മക്കളടക്കം എല്ലാരും തന്നിഷ്ടം കാണിക്കുന്നത്. അതെന്തോ ആകട്ടെ, തൽക്കാലം ഈ മരുന്നൊന്ന് കഴിക്കേ. തീർന്നല്ലോ പ്രശ്നം.
മഹേന്ദ്ര, എടാ മഹേന്ദ്ര, ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സാറേ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇത് ഞാനും മഹേന്ദ്രനും തമ്മിലുള്ള പ്രശ്നമാ. അതിനിടയ്ക്ക് സെക്യൂരിറ്റി ഇടപെടാൻ വന്നിരിക്കുന്നു. എടാ മഹേന്ദ്ര, എടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. യോഹന്നാൻ, എനിക്കങ്ങോട്ട് കയറി വരാമല്ലോ. മര്യാദക്കാരെ അകത്ത് കയറ്റി ഇരുത്തി സംസാരിക്കുന്നതാണ് മാണിക്കോത്തുകാരുടെ മര്യാദ. പക്ഷേ ആ മര്യാദ വരുന്നവൻ ഉണ്ടാവണം. മര്യാദ എന്ത് കാരണമാണ് മഹേന്ദ്ര നിന്റെ മകൻ ശിവന്റെ കാര്യത്തിൽ നിനക്ക് പറയാനുള്ളത്? നിങ്ങൾ കുടുംബക്കാരെല്ലാം ചതിയന്മാരാണോ, അതോ അക്കൂട്ടത്തിൽ നീയും നിന്റെ മോനും മാത്രമാണോ ഇതിൽ പ്രത്യേകം ഡിഗ്രി എടുത്തിരിക്കുന്നത്? ഈ മറ്റുള്ളവരെ ചതിക്കുന്ന കാര്യത്തിലേ യോഹന്നാനെ, വാക്കുകൾ നീ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എന്റെ മകളെ ചതിച്ചിട്ട് അങ്ങനെ ഇവിടെ ഒരുത്തരും ആളാവണ്ടാടാ. എടാ 3 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വലിയ വായി പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടാ? നിനക്കെന്താ 3 ദിവസം ആയില്ലടാ? അതോ 3 ദിവസം ഒന്ന് നീ ഉദ്ദേശിച്ചത് 300 ദിവസമാണോ? ലോകത്തെങ്ങും ഇല്ലാത്ത ക്വാളിറ്റി ആണല്ലോ നീ നിന്റെ മോന് പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ, സ്നേഹിച്ച പെണ്ണിനെ കൈയൊഴിഞ്ഞിട്ട് മറ്റൊരു പുളിങ്കമ്പ് കണ്ടപ്പോ അതിൽ ചാടിക്കയറി പിടിച്ച നിന്റെ മകനെ കുറിച്ച് നീ ഇപ്പൊ എന്താടാ വലിയ വർത്തമാനൊന്നും പറയാത്തത്? എടാ, നിന്റെ വായ എന്താ അടഞ്ഞു പോയടാ മഹേന്ദ്ര? അതോ മകന്റെ പ്രവൃത്തി കണ്ടിട്ട് നിന്റെ വായി സ്വയം അടഞ്ഞുപോയോ? യോഹന്നാനെ, പറഞ്ഞ കല്യാണം പറഞ്ഞ സമയത്ത് നടത്താൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ മാണിക്കോത്ത് മഹേന്ദ്രന് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ മഹേന്ദ്രന്റെ മരണവാ. എങ്കിൽ പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രൻ മരിക്കാൻ തയ്യാറെടുക്കുന്നത് തന്നെയാ നല്ലത്. എടാ, നിനക്കൊരു വാക്കാണെങ്കിൽ നിന്റെ മകൻ പല വാക്ക്. അത് പല പെണ്ണുങ്ങളുടെ അടുത്ത്. എടാ, എന്റെ മോക്ക് വാക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ ആ കളക്ടർക്കും വാക്ക് കൊടുത്തു, ആജീവനാന്തം സംരക്ഷിച്ചോളാമെന്ന്. എടാ, ഞങ്ങളുടെ കുടുംബത്തൊന്നും ഇങ്ങനൊന്നും ആരുമില്ല. അവിടെ 2 വെള്ളത്തിൽ കാല് ചവിട്ടി 3-ാം വെള്ളം നോക്കി നടക്കുന്ന തന്തയ്ക്ക് കുറ്റം പറയിപ്പിക്കുന്ന മക്കൾ. അല്ല തന്തമാരിത് കേൾക്കണമല്ലോ. എടാ, മകനെ നാടിനും നാട്ടാർക്കും പ്രിയപ്പെട്ടവനായിട്ടാണ് അച്ഛൻ വളർത്തിയതെങ്കിൽ മകൻ വളർന്നതേ നാട്ടിലെ പെൺകൂട്ടങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടാ. ചുമ്മാ എന്റെ ചെറുക്കനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരരുത്. ചെന്ന് തിരക്കടാ ആ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വീട്ടില്.